തഞ്ചാവൂരിലേക്കൊരു ട്രിപ്പ് പോയാലോ? അതും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ്. ഒപ്പം തന്നെ ട്രിച്ചി, കുംഭകോണം തുടങ്ങിയ സ്ഥലങ്ങൾ കൂടി യോജിച്ചു കൊണ്ടുള്ള ഒരു 2 ദിവസത്തെ ട്രിപ്പ്. തഞ്ചാവൂരിലേക്ക് ഒരു ദിവസം പോയി വരുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ബാക്കി സ്ഥലങ്ങൾ കൂടി യോജിപ്പിച്ചുകൊണ്ടുള്ള 2-3 ദിവസത്തെ ട്രിപ്പ് നമുക്ക് ഈ 3 സ്ഥലങ്ങൾ കൂടി ചെയ്യാവുന്നതാണ്. പക്ഷേ ഞങ്ങൾ ഡിസംബർ മാസത്തിൽ ഞങ്ങൾ പോയ ട്രിപ്പ് 2 ദിവസത്തിലേക്ക് ഒതുക്കേണ്ടി വന്നു. അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, എങ്കിൽ കൂടിയും നല്ല ട്രിപ്പായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസാണ് പറയുന്നത്. എറണാകുളത്ത് നിന്ന് കാരക്കൽ പോകുന്ന എല്ലാവരും പോകുന്ന കാരക്കൽ എക്സ്പ്രസ് 12:15 രാത്രി 12:15 തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് രാവിലെ 9:05 തഞ്ചാവൂർ എത്തുന്നത്. എന്നാൽ നമ്മൾ ആദ്യം ട്രിച്ചിയിൽ ഇറങ്ങുന്നത് കൊണ്ട് 8 മണിക്കത് ട്രിച്ചി ട്രിച്ചി ജംഗ്ഷനിലെത്തി. ട്രിച്ചിയിൽ 2 സ്റ്റേഷനുണ്ട്, ഫോർട്ട് സ്റ്റേഷനുണ്ട്, ജംഗ്ഷനും ഉണ്ട്. ജംഗ്ഷൻ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. അവിടെ ഇറങ്ങുമ്പോൾ നമുക്ക് ഫ്രഷപ്പ് ചെയ്യാനും മറ്റുമുള്ള ഫെസിലിറ്റീസ് കൂടുതലും ഉള്ളത് ട്രിച്ചി ജംഗ്ഷൻ സ്റ്റേഷനിലാണ്. അവിടെ റിട്ടയറിങ് റൂംസ് ഉണ്ട്, ഒപ്പം തന്നെ AC വെയിറ്റിംഗ് ഹോളും ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കാരണം പിന്നെ അവിടെ നമുക്ക് ഓട്ടോമാറ്റിക് ലോക്കർ റൂം അവൈലബിൾ ആണ്. ആ ലോക്കർ റൂമിൽ നമ്മുടെ ലഗേജൊക്കെ നമുക്ക് വെച്ച് ഓട്ടോമാറ്റിക്കായിട്ട് മൊബൈൽ വഴി നമുക്ക് ആ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്ത് മൊബൈൽ പേയ്മെൻറ്റ് നടത്തി നമുക്കത് ക്ലോസ് ചെയ്ത് എത്ര സമയം അവർ സെലക്ട് ചെയ്യണം. ഒരു 6 മണിക്കൂറിനോ 9 മണിക്കൂറിനുള്ള 2 ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ വെച്ച് നമുക്ക് നമ്മുടെ ലഗേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ ലഗേജും കൊള്ളാവുന്ന ഒരു വലിയൊരു കമ്പാർട്ട്മെൻറ്റ് വലിയൊരു സ്പേസാണ് നമുക്ക് അതിൽ അവൈലബിളായി കിട്ടുന്നത്. ആ സ്പേസിൽ വെച്ച് പിന്നെ നമുക്ക് ലോക്ക് ചെയ്ത് പിന്നെ തിരിച്ചു വരുമ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ വെച്ചിട്ട് തന്നെയാണ് അത് അൺലോക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിലൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, മൊബൈലിൽ ചാർജ് ഉണ്ടാവണം എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പോണ സമയത്ത് നമുക്ക് ലഗേജ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ട്രിച്ചിയിൽ നിന്ന് ശ്രീരംഗം ടെമ്പിളാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ദിവസ പൂജയുള്ള ഒരു അമ്പലമാണ് ശ്രീരംഗം ടെമ്പിള്. ശ്രീരംഗം ടെമ്പിള് അത്രയും വലിയൊരു ഏക്കർ കണക്കിന് സ്ഥലത്താണ് അത് ഉള്ളൊരു ടെമ്പിളാണ്. ഏറ്റവും കാണാൻ അത്രയും മനോഹരമായൊരു ടെമ്പിളാണ്. ഇതിലേക്ക് പോകുന്നതിന് ട്രിച്ചി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മൾ ഓട്ടോയിൽ ചിത്ര എന്ന് പറഞ്ഞൊരു മെയിൻ ബസ് സ്റ്റാൻഡിലേക്ക് പോവുക. അവിടെ നിന്ന് ബസ്സിലാണ് നമ്മൾ ടെമ്പിളിലേക്ക് പോയത്. ടെമ്പിളിലേക്ക് എനിക്ക് 10 രൂപയുടെ 8 രൂപയുടെയോ 10 രൂപയുടെയോ വഴിയുള്ളൂ. പിന്നെ ലേഡീസിന് സ്പെഷ്യൽ ഗവൺമെൻറ്റിൻ്റെ ബസ്സുകളിൽ ലേഡീസിന് നമുക്ക് പൈസ അവർ ക്യാഷ് മേടിക്കുന്നതുമില്ല. അങ്ങനെ കുറേ ഫെസിലിറ്റീസ് തമിഴ്നാട് ഗവൺമെൻറ് നമുക്ക് തന്നിട്ടുണ്ട്. അത് തമിഴ്നാട്ടിലെ ആൾക്കാരാണെന്നോ കേരളത്തിലെ ആൾക്കാരാണെന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ തന്നെ നമുക്ക് അവിടുത്തെ ലേഡീസിനുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്കതിൽ നിന്ന് കിട്ടുന്നതാണ്. അങ്ങനെ നമ്മൾ ശ്രീരംഗം ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. ശ്രീരംഗം ടെമ്പിളിൽ ഗോപുരങ്ങൾ എല്ലാം കാണാവുന്ന വ്യൂ പോയിൻറ്റും ഉള്ളിലേക്ക് കയറാൻ സാധിച്ചു. അതിൻ്റെ 12:30 വരെയാണ്. 12:30 വരെ എത്തുന്ന ആൾക്കാർക്ക് അവിടെ കയറാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് പോരാം. ശ്രീരംഗത്ത് നിന്ന് അവിടെ തന്നെയുള്ള മലൈക്കോട്ടയം എന്നുള്ള ടെമ്പിളും കൂടി വൈകുന്നേരം കണ്ടു. പക്ഷേ അതിൻ്റെ വീഡിയോസ് ഇതിലില്ല. അന്ന് വൈകുന്നേരം അവിടെ നിന്നുള്ള പാസഞ്ചർ ട്രെയിനിൽ 4:15 പാസഞ്ചർ ട്രെയിനിലാണ് ഉള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് തൊട്ട് മുന്നേ പോയ വിഷ്വൽസിലുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ നിന്ന് വന്ന് നമ്മൾ തഞ്ചാവൂർ പാസഞ്ചർ ട്രെയിനിൽ തഞ്ചാവൂർ ഇറങ്ങി. അവിടെ നിന്ന് നമ്മൾ റൂം എടുത്തിരിക്കുന്നത് ശ്രീരത്ന ഇൻ എന്ന് പറഞ്ഞ ടെമ്പിൾ വ്യൂ ഇൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തത്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തത്. ഏറ്റവും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ടെമ്പിളിലേക്ക് നടന്ന് പോയി വരാൻ പറ്റുന്ന ഒരു ദൂരത്തിലുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ നിന്ന് പ്രീ ബുക്കിംഗ് തന്നെ ചെയ്ത് പോയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് വേറൊരു ഡിഫിക്കൽട്ടി അതിലുണ്ടായിരുന്നില്ല. നേരെ നമ്മൾ ഹോട്ടലിൽ പോകുന്നു, ചെക്ക് ഇൻ ചെയ്യുന്നു, ഫ്രഷ് ആവുന്നു, നേരെ അമ്പലത്തിലേക്ക് പോകുന്നു. അങ്ങനെ നൈറ്റ് ഫുൾ തഞ്ചാവൂർ അമ്പലത്തിലത്തെ നൈറ്റ് വ്യൂ കണ്ടു. അവിടുത്തെ പൂജകളും എല്ലാം കണ്ടു. രാവിലെ എണീറ്റ് ഡേ വ്യൂവും കണ്ടതിന് ശേഷം നമ്മൾ താരാ
ധാരാസുരത്തിലേക്ക് പോകുന്നു. 7:15 ട്രെയിനിലാണ് ധാരാസുരത്തേക്ക് പോകുന്നത്. ധാരാസുരത്താണ് നമ്മുടെ ഐരാവതേശ്വര ക്ഷേത്രമുള്ളത്. യുനെസ്കോൻ്റെ പൈതൃക പട്ടികയിലുള്ള ഐരാവതേശ്വര ക്ഷേത്രം. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഈ റൂട്ട് അത്രയും ഭംഗിയുള്ളൊരു റൂട്ടായിരുന്നു. അവിടെ ചെന്ന് ആ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. ആ ക്ഷേത്രം നല്ല എല്ലാം ഭംഗി തഞ്ചാവൂരുള്ള ക്ഷേത്രത്തിൻ്റെ അത്രയും ഒട്ടും ക്രൗഡഡ് അല്ലാത്ത നല്ല നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നൊരു ക്ഷേത്രമാണ് ഐരാവതേശ്വര ക്ഷേത്രം. ഇത് രാവിലെ തന്നെ നമ്മൾ ഏർലി മോർണിംഗ് 7-8 മണിയോടുകൂടി അവിടെ എത്തി. 38 കിലോമീറ്ററാണ് തഞ്ചാവൂരിൽ നിന്ന് ധാരാസുരത്തിലേക്കുള്ളത്. ബസ്സായാലും പാസഞ്ചർ ട്രെയിനിലായാലും നമുക്ക് അങ്ങോട്ട് പോകാവുന്നതാണ്. അതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. കൂടാതെ നമുക്ക് അത്രയും ഒരു പീസ്ഫുള്ളായി രാവിലെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടുന്നതാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അവിടെ സിൽക്ക് വീവിങ് ആയ കുറേ ചെറിയ ചെറിയ യൂണിറ്റുകളൊക്കെ ഉണ്ട്. അതിൻ്റെ കാണാനും അവിടെ നിന്ന് സിൽക്ക് സാരി വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ബസ്സിലാണ് കുംഭകോണത്തിലേക്ക് പോയിക്കണത്. അതൊരു 5-8 രൂപയുടെയോ 7 രൂപയുടെയൊക്കെ വഴിയുള്ളൂ. അവിടെ കാശി വിശ്വനാഥ ടെമ്പിൾ, മഹാമഹം ടാങ്ക്, സാരംഗപാണി ടെമ്പിൾ എല്ലാം വിസിറ്റ് ചെയ്തു. കുംഭകോണത്തെ മെയിൻ ടെമ്പിളുകളൊക്കെ വിസിറ്റ് ചെയ്ത് തഞ്ചാവൂരിലേക്ക് വീണ്ടും പുറപ്പെട്ടു. എന്താ വെച്ചാൽ നമ്മുടെ റിട്ടേൺ ട്രെയിന് വൈകിട്ട് 6:20 തഞ്ചാവൂരിൽ നിന്ന് ഉള്ളത് കൊണ്ടാണ് തിരിച്ച് വീണ്ടും തഞ്ചാവൂരിൽ വന്ന് ബാക്കി നമ്മൾ ലഞ്ചും ഒക്കെ തഞ്ചാവൂരിൽ നിന്ന് കഴിച്ച് അവിടുത്തെ ബാക്കി പാലസ്, മ്യൂസിയം, ആർട്ട് ഗാലറി, മഹൽ ടെമ്പിൾ, ആർട്ട് ഗാലറി, വീണ മേക്കിംഗ് എല്ലാം കണ്ട് പിന്നെ ഷോപ്പിംഗ്, ഡോൾസിനെയും പിന്നെ സിൽക്കും നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റി. ഞങ്ങൾ മെയിനായിട്ട് പോയത് ഒരു ആനന്ദം സിൽക്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പിംഗ് കോംപ്ലക്സിലേക്കായിരുന്നു. ഒരു ഡ്രസ്സിൻ്റെ ഒരു വലിയൊരു ഷോപ്പിലേക്കായിരുന്നു. പിന്നെ ചെറിയ ചെറിയ കുറേ വളകളൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ. അതൊക്കെ കുറേ പർച്ചേസ് ചെയ്തിട്ട് 6:15 6:20 വീണ്ടും ട്രെയിനിൽ കയറി തൃശ്ശൂരിലേക്ക് പുറപ്പെട്ടു. പുലർച്ചെ 4:00 ട്രെയിനിൽ കയറി. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ട്രിച്ചിയിൽ നിന്നും തഞ്ചാവൂരിൽ നിന്നും മാത്രമാണ് നമുക്ക് കേരളത്തിലേക്ക് തൃശ്ശൂർക്കും എറണാകുളത്തേക്കുള്ള ട്രെയിനിൻ്റെ സ്റ്റോപ്പ് ഉള്ളത്. കുംഭകോണത്ത് നിന്ന് ഇല്ലാത്ത കാരണം നമുക്ക് ഈ 2 സ്റ്റേഷനിൽ ഏതെങ്കിലും എത്തിച്ചേരേണ്ടി വരും. അതാണ് നമുക്ക് ഇത്തിരി ഡിലേ ആവാം. ഒരു ട്രാവലിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടോ. ബാക്കിയൊന്നും നമുക്ക് ഞങ്ങൾ 2 ദിവസമായി എടുത്ത കാരണം ഞങ്ങൾക്ക് കുംഭകോണത്തിലെ നവഗ്രഹങ്ങളിലെ എല്ലാ അമ്പലങ്ങളും പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് 3 ദിവസത്തേക്കാണ് നിങ്ങൾ എടുക്കുന്നത് വെച്ചാൽ നവഗ്രഹങ്ങളുടെ എല്ലാ അമ്പലങ്ങളും ചെയ്യാനും ഗംഗൈക്കൊണ്ട ചോളപുരവും കൂടി കവർ ചെയ്യാൻ പറ്റും. അതാണ് ഇത്തിരി കൂടി നല്ല പോണതിന്. അപ്പോൾ ഒരു 3 ദിവസത്തെ പാക്കേജ് ആണെങ്കിൽ നമുക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഇൻഫോർമേഷൻ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. പിന്നെ ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലോ ചോദിച്ചിരുന്നെങ്കിൽ മറുപടി പറയുന്നതാണ്.